വെൽക്കം ടു ക്ലാസിക് കേരള PSC. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയിൽ നിന്ന് 2024 PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സുമാണ്. PSC ഇനി നടത്താൻ പോണ എല്ലാ എക്സാമുകൾക്കും ഈ ഒരു ചോദ്യ പാറ്റേൺ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ക്ലാസ്സുകളെല്ലാം കണ്ട് മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നോക്കാം. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. അതും ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. ആദ്യത്തെ കലാപം ഏതെന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപവും ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപവും. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കോ. 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ഇതും ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി 1, 2, 3 ശരിയാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. കുളച്ചൽ യുദ്ധം നടക്കുന്ന വർഷം ഏതാണെന്നറിയാവോ? 1741 എന്നാണ്. 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. അതുപോലെ അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത് 1697 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് 1721. അപ്പോൾ ക്ലിയർ ആയിട്ട് നോക്കി വെച്ചോ. കുളച്ചൽ യുദ്ധം 1741, അഞ്ചുതെങ്ങ് കലാപം 1697, ആറ്റിങ്ങൽ കലാപം 1721. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. ശരിയായത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഒന്നാമത്തെ തന്നിരിക്കുന്നത് വൈക്കം സത്യാഗ്രഹം 1928. ഇത് ശരിയാണോ? ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. വൈക്കം സത്യാഗ്രഹം 1924. അപ്പോൾ എ തെറ്റാണെന്ന് നമുക്കറിയാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഗുരുവായൂർ സത്യാഗ്രഹം 1931. ഇത് ശരിയാണ്. അതുപോലെ മൂന്നാമത്തത് ക്ഷേത്രപ്രവേശന വിളംബരം 1936. ഇതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്നത് 1916. അതും ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്ന ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ബി, സി, ഡി ശരിയാണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. വൈക്കം സത്യാഗ്രഹം നടക്കുന്ന വർഷം ഓർത്തു വെച്ചോ. 1924. 1924 ആരംഭിച്ച് 1925 വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, ഉദ്യോഗ സംവരണവുമായിട്ടാണ് നിവർത്തന പ്രക്ഷോഭം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഏതാണ്? ഉദ്യോഗ സംവരണം. നിവർത്തന പ്രക്ഷോഭം നടക്കുന്ന വർഷം ഏതാണ്? 1932. അതും കറക്റ്റായിട്ട് നോക്കി വെച്ചോ. അടുത്ത ചോദ്യം നോക്കാം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ ബി, TK മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ആരാണ്? TK മാധവൻ. അടുത്ത ചോദ്യം നോക്കിക്കോ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ സി, സ്വാമി വിവേകാനന്ദനാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിക്കുന്നത്. ആരാണ്? സ്വാമി വിവേകാനന്ദൻ. അടുത്ത ചോദ്യം. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ ഡി, വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിക്കുന്നത്. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ സമപന്തി ഭോജനം സംഘടിപ്പിക്കുന്നതും വൈകുണ്ഠസ്വാമിയാണ്. അതും ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിക്കുന്നത് വൈകുണ്ഠസ്വാമി അല്ല. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് സമത്വ സമാജം സ്ഥാപിക്കുന്നത് വൈകുണ്ഠസ്വാമിയാണ്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. സമത്വ സമാജം സ്ഥാപിക്കുന്ന ആരാണ്? വൈകുണ്ഠസ്വാമി. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ 3 മാത്രം. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഓപ്ഷൻ ഡി, VT ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന നാടകം എഴുതിയത്. ആരാണ്? VT ഭട്ടതിരിപ്പാട്.
കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആരാണ്? ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരുവാണ് ഇങ്ങനെ പറയുന്നത്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് വേണ്ടതെന്ന് പറയുന്ന ആരാണ്? ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം നോക്കിക്കോ. ചട്ടമ്പിസ്വാമിയുടെ യഥാർത്ഥ പേരെന്ത്? അറിയാവോ? ചട്ടമ്പിസ്വാമിയുടെ യഥാർത്ഥ പേരാണ് അയ്യപ്പൻ. എങ്ങനെയാണ്? ചട്ടമ്പിസ്വാമിയുടെ യഥാർത്ഥ പേരാണ് ഓപ്ഷൻ സി അയ്യപ്പൻ. അടുത്ത ചോദ്യം നോക്കിക്കോ. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ്? ആരാണെന്നറിയാവോ? ഓപ്ഷൻ എ തോമസ് ഹാർവേ ബാബർ ആണ് പഴശ്ശി കലാപം അടിച്ചമർത്തിയ സബ് കളക്ടർ. ആരാണ്? തോമസ് ഹാർവേ ബാബർ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി നോക്കി വെച്ചോ. കേരളത്തിൽ 2 പഴശ്ശി കലാപമാണ് നടന്നത്. എത്ര എണ്ണമാണ്? 2 എണ്ണം. ആദ്യത്തേത് നടന്നത് 1793 മുതൽ 1797 വരെ എന്നാണ്. 1793 മുതൽ 1797 വരെ. അതുപോലെ രണ്ടാം പഴശ്ശി കലാപം നടക്കുന്നത് 1800 മുതൽ 1805 വരെ എന്നാണ്. 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി കലാപം നടക്കുന്നത്. ഈ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് തന്നെ നോക്കി വെച്ചേക്ക്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? സിമ്പിളായ ചോദ്യമാണ്. ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരവുമായാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്നത്. പുന്നപ്ര വയലാർ സമരം നടക്കുന്ന വർഷമൊക്കെ നോക്കി വെച്ചേക്കണം. 1946 പുന്നപ്ര വയലാർ സമരം നടക്കുന്നത് എന്നാണ്. 1946. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചതാര്? സിമ്പിളായ ചോദ്യമാണ്. സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നത് അയ്യങ്കാളിയാണ്. ആരാണ്? ഓപ്ഷൻ ഡി അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നത്. സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്ന വർഷം കൂടി നോക്കി വെച്ചോ. 1907 എന്നാണ്. 1907. അടുത്ത ചോദ്യം നോക്കിക്കോ. 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏത്? ഏതാണ്? ഓപ്ഷൻ ബി അരുവിപ്പുറത്താണ് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തുന്നത്. എവിടെയാണ്? അരുവിപ്പുറം. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ഏതാണ്? ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടക്കുന്ന വർഷമാണ് 1721. ഓക്കെ. അടുത്ത ചോദ്യം നോക്കിക്കോ. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷമേത്? ഏതാണ്? 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ഓപ്ഷൻ എ 1924. അടുത്ത ചോദ്യം നോക്കിക്കോ. ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിക്കുന്നത് ഓപ്ഷൻ സി അരയ സമാജമാണ്. ഏതാണ്? അരയ സമാജമാണ് പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിക്കുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കിക്കോ. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യ റെയിൽപാത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ബേപ്പൂർ മുതൽ തിരൂര് വരെ ഉള്ളതാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത. ഏതാണ്? ബേപ്പൂർ മുതൽ തിരൂർ വരെ. വർഷവും കൂടി ഓർത്തു വെച്ചോ. 1861 കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിലവിൽ വരുന്നത് എന്നാണ്. 1861. അടുത്ത ചോദ്യം നോക്കാം. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഓപ്ഷൻ ഡി കെ കേളപ്പനാണ് പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ആരാണ്? കെ കേളപ്പൻ. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ നെടുങ്ങാടി ബാങ്കാണ് കേരളത്തിലെ ആദ്യത്തെ ബാങ്ക്. ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം.
കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. ഇതും ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റ് കപ്പലുകൾ വ്യാപാരം നടത്തുന്നതിന് തടയുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് കാർട്ടസ്. ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രമാണ്. ഏതാണ്? 1ഉം 2ഉം മാത്രമാണ് ഇവിടുത്തെ ആൻസർ. ഓർത്തു വെച്ചോ, ഈ കാർട്ടസ് നടപ്പിലാക്കുന്നത് ബ്രിട്ടീഷുകാരല്ല, പോർച്ചുഗീസുകാരാണ് കാർട്ടസ് നടപ്പിലാക്കുന്നത്. ആരാണ്? പോർച്ചുഗീസുകാർ. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന സംഭവങ്ങളെ കാലഗണന പ്രകാരം ക്രമീകരിക്കുക. അപ്പോൾ നമ്മൾ ഈ സംഭവങ്ങൾ നടന്ന വർഷങ്ങളെല്ലാം നമ്മൾ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് 1924 അതുപോലെ ചാന്നാർ ലഹള നടക്കുന്നത് 1859 എന്നാണ്. ചാന്നാർ ലഹള 1859. അതുപോലെ പാലിയം സത്യാഗ്രഹം നടക്കുന്നത് 1947 എന്നാണ്. പാലിയം സത്യാഗ്രഹം 1947. പിന്നെ ക്ഷേത്രപ്രവേശന വിളംബരം 1936. അപ്പോൾ ആദ്യം വരുന്ന ഏതാണ്? ആദ്യം വരുന്നത് ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹള ആദ്യമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. 2, 1, 4, 3 ഓപ്ഷൻ ബി ആണ് നമ്മളെ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. ചുവടെ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 1898 കൊടുങ്ങല്ലൂരിൽ ജനനം. രണ്ടാമത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതുപോലെ പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അൽ അമീൻ ദിനപത്രത്തിൻ്റെ സ്ഥാപകനും എഡിറ്ററും ആരാണ് ഈ സവിശേഷതകളൊക്കെ ഉള്ള വ്യക്തി? ഓപ്ഷൻ ഡി മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ്. ചിലപ്പോൾ അടുത്ത എക്സാമുകൾക്ക് അൽ അമീൻ എന്ന ദിനപത്രം എഴുതിയതാരെന്നായിരിക്കും ചോദിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം ക്ലിയർ ആയിട്ട് നോക്കി വെച്ചേക്കും. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 1921 താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിൻ്റെ ശതാബ്ദി വർഷമാണ്? PSCക്ക് മിസ്റ്റേക്ക് വന്നതാണ്. 1921 അല്ല, 2021 ഏത് സംഭവത്തിൻ്റെ ശതാബ്ദി വർഷമാണ് എന്നാണ് വരേണ്ടിരുന്നത്. നമുക്ക് ആൻസർ പറയാം. 1921 വാഗൺ ട്രാജഡിയാണ് നടക്കുന്നത്. ഏതാണ്? വാഗൺ ട്രാജഡി നടക്കുന്നത് 1921. അടുത്ത ചോദ്യം നോക്കാം. തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തിരുവനന്തപുരത്ത് അടിമത്തം നിരോധിച്ചത് 1812 അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അതുപോലെ കൊച്ചിയിൽ അടിമത്ത നിരോധനം നടത്തിയത് 1845 അതും ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരിച്ചത് 1837 ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. യൂണിവേഴ്സിറ്റി കോളേജ് സ്ഥാപിതമാവുന്നത് 1837 അല്ല, 1834 എന്നാണ്. 1834 യൂണിവേഴ്സിറ്റി കോളേജ് സ്ഥാപിതമാവുന്നത്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരിക്കുന്നത് 1875 അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ട് വരുന്നത് ഓപ്ഷൻ സി 3 മാത്രം. ഏതാണ്? ഓപ്ഷൻ സി. അടുത്ത ചോദ്യം നോക്കിക്കോ. സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പിസ്വാമിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് 1851 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനനം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. 1851 1853 ചട്ടമ്പിസ്വാമി ജനിക്കുന്നത് എന്നാണ്. 1853. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് സ്വാമിനാഥ ദേശികർ ചട്ടമ്പിസ്വാമികളെ തമിഴ് വേദശാസ്ത്രം അഭ്യസിപ്പിച്ചു. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ചട്ടമ്പിസ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. അതും ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ്. അതും ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റായിട്ട് തന്നിരിക്കുന്നത് ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ചട്ടമ്പിസ്വാമികൾ വേദാധികാര നിരൂപണം. ഇതും ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. ചട്ടമ്പിസ്വാമി എഴുതുന്ന ഒരു കൃതിയാണ് വേദാധികാര നിരൂപണം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വൈകുണ്ഠസ്വാമികൾ പ്രാചീന മലയാളം. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. പ്രാചീന മലയാളം എഴുതുന്നതും ചട്ടമ്പിസ്വാമി തന്നെയാണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റായിട്ടുള്ളത്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി 1, 2, 4 എന്നിവ മാത്രം ശരിയാണ്. ഏതാണ്? ഓപ്ഷൻ സി. അടുത്ത ചോദ്യം നോക്കിക്കോ. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാരഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ നമുക്ക് നോക്കാം. ശ്രീ കുമാരഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ ഡി പ്രത്യക്ഷരക്ഷാ ദൈവസഭയുമായിട്ടാണ്. ഏതാണ്? ഓപ്ഷൻ ഡി പ്രത്യക്ഷരക്ഷാ ദൈവസഭയാണ് ശ്രീ കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിക്കുന്നത്. ഏതാണ്? പ്രത്യക്ഷരക്ഷാ ദൈവസഭ. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിക്കുന്ന വർഷം നോക്കി വെച്ചോ, 1909. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത് 1907, പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിക്കുന്നത് 1909. സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത് ആരാണെന്നറിയാവോ? അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കണക്ട് ചെയ്ത് തന്നെ ഓർത്തു വച്ചേക്കും. അടുത്ത ചോദ്യം നോക്കാം. വയനാടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ എ രാമനമ്പിയാണ് 1812 വയനാട് കാടുകളിൽ കലാപം നടത്തുന്നത്. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ക്രമം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒന്നാമത്തത് കുളച്ചൽ യുദ്ധം എന്നാണ് 1741. രണ്ടാമത്തത് കുണ്ടറ വിളംബരം 1809 കുണ്ടറ വിളംബരം നടക്കുന്നത്. ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് 1721 എന്നാണ് 1721. ശ്രീരംഗപട്ടണം ഉടമ്പടി നടക്കുന്നത് 1792. അപ്പോൾ ഇതിൽ ആദ്യം നടക്കുന്ന ഏതാണ്? ആദ്യം നടക്കുന്നത് ആറ്റിങ്ങൽ കലാപം 1721. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. 3, 1, 4, 2. ഓക്കെ അല്ലേ? നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത 30 ചോദ്യങ്ങളിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്. ആറ്റിങ്ങൽ കലാപവും വൈക്കം സത്യാഗ്രഹവും ഒക്കെ നല്ലതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്കുകളൊക്കെ നല്ലോണം പഠിച്ചു വെച്ചേക്ക്. ഈ ഒരു വീഡിയോ സീരീസിലൂടെ 2024 PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മൾ ടോപ്പിക്ക് വൈസ് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ക്ലാസിക് കേരള PSC.